ഇറാനുമായി വീണ്ടും യുദ്ധം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണോ ഇസ്രായേൽ? അതിനുവേണ്ടിയാണോ ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? ഇറാനെതിരെ പുതിയ അവകാശവാദവുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത്. ആണവ ഫോർമുലകൾ വികസിക്കാൻ ശേഷിയുള്ള അഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുന്നുണ്ടെന്നും പുതിയ വാദം. അമേരിക്കൻ നഗരങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനത്തെ അവകാശവാദം ഉന്നയിച്ചത്. 8000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിക്കുന്നത്. അതിലേക്ക് ഒരു 3000 കിലോമീറ്റർ ദൂരം കൂടി ചേർത്താൽ ഈ മിസൈലുകൾ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ന്യൂയോർക്ക്, വാഷിംഗ്ടൺ, മയാമി തുടങ്ങിയ നഗരങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും. നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഫ്ലോറിഡയിലേക്കുള്ള ട്രംപിന്റെ മാൻ എ ലാഗോ റിസോർട്ടും ഈ ആണവായുധത്തിന്റെ ഭീഷണിയിലാണ്. ഈ ഭീഷണി തടയുന്നതിൽ ഇസ്രായേൽ മികച്ച പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പ്രതിരോധ മേഖലയിൽ കൈവരിക്കുന്ന പുരോഗതിയെക്കുറിച്ചും നെതന്യാഹു സംസാരിക്കുന്നുണ്ട്. ലോകത്തെ അത്യാധുനിക ആയുധങ്ങൾ ഇസ്രായേൽ വികസിപ്പിക്കുകയും അത് അമേരിക്കയുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ടെന്നും നെതന്യാഹു വെളിപ്പെടുത്തി. ഗാസയിലെ യുദ്ധം അവസാനത്തോട് അടുക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നാലും ഹമാസ് ഭരണത്തിന് അന്ത്യം വരുത്താതെ ദൗത്യം പൂർത്തീകരിക്കാനാകില്ല. ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസ് ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മാത്രമേ ഗാസയിലെ യുദ്ധം അവസാനിക്കുകയെന്നു നെതന്യാഹു കൂട്ടിച്ചേർത്തു.